നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടുത്ത പണം അങ്ങ് തിരിച്ചു തരാൻ അമ്മ പലവട്ടം പറഞ്ഞതാ. കേൾക്കാതായപ്പോ അമ്മയ്ക്ക് പോലീസിൽ അറിയിക്കേണ്ടി വന്നു. അവസാനം പോലീസ് വന്ന് നിഖിലിനെ പിടിച്ചോണ്ട് പോയി. എന്താ ഗൗതം, നിഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തോ? ഞാൻ കരുതിയത് നിങ്ങൾ ചോദിച്ചത് അതിനെക്കുറിച്ചാണെന്നാ. എന്തായാലും അവന് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി ഏണുകാന്റിക്ക് മൊത്തം 5 ലക്ഷം രൂപയും കൊടുക്കേണ്ടി വന്നു. എന്തിന്? അതിനുവേണ്ടി എന്ത് തെറ്റാ നിഖില് ചെയ്തത്? കെട്ടിപ്പിടിച്ചുണ്ടാക്കിയ 2 ലക്ഷം രൂപ നിഖില് മോഷ്ടിച്ചു എന്നാണ് രേണുകാന്റിയുടെ പരാതി. ആ 2 ലക്ഷം രൂപ നിഖിലിന്റെ അലമാരയിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ആ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാനും പോലീസുകാരും തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും നിഖിലോ ചന്ദ്രകാന്റിയോ അതിന് മറുപടിയും പറഞ്ഞില്ല. ഒടുവില് അവരെ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് ഊരിയെടുക്കുകയും വേണമല്ലോ. അങ്ങനെ ആ 2 ലക്ഷത്തിന് പകരം 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും കേസ് പിൻവലിപ്പിച്ച് നിഖിലിനെ ആന്റിയും വെറുതെ വിടിപ്പിച്ചിട്ടുണ്ട്. അതെന്തായാലും നന്നായി. ഞങ്ങളിവിടെ നിന്റെ ഭാര്യയുടെ ഒരു മോഷണം കൈയോടെ പിടിച്ചിട്ട് നിൽക്കുക. അപ്പൊ തന്നെ അവിടെ ഇവളുടെ ആങ്ങളയുടെ വക അടുത്ത മോഷണം. നല്ല ബെസ്റ്റ് ഫാമിലി. എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ എന്താ പ്രശ്നം? എടാ നിധി എന്നോട് പോലും ചോദിക്കാതെ എന്റെ മുറി കയറി വന്ന് ലോക്കറിന്റെ ചാവി എടുത്തോണ്ട് പോയി. ലോക്കർ തുറന്ന് അതിൽ നിന്നൊരു നെക്ലേസ് എടുത്തോണ്ട് പോയി. ആണോ നിധി? നീ നെക്ലേസ് എടുത്തോ? അതെ, എടുത്തു. ആ നെക്ലേസ് പണയം വെച്ച 2 ലക്ഷം രൂപയാ നിഖിലിന്റെ കയ്യിലിരുന്നത്. എന്തായാലും അത് കൊള്ളാം. ഇവള് ഇവിടുന്ന് എടുത്ത സ്വർണത്തിന്റെ കണക്ക് വളച്ചു കെട്ടി കൊണ്ടുചെന്ന് അത് നിഖില് മോഷ്ടിച്ച 2 ലക്ഷം രൂപയിൽ അങ്ങ് കെട്ടിവെച്ചു. വല്ലാത്ത ബുദ്ധി തന്നെ. ഇതിനെയൊക്കെയാണ് കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത്. അട്ടയെ പിടിച്ച് ഏത് മെത്തേല് കൊണ്ട് കിടത്തിയാലും കിടക്കില്ലല്ലോ. അത് ശീലിച്ച പണി തന്നെ ചെയ്യും. എന്തിനാ നിധി ആരോടും പറയാതെ നീ സ്വർണം എടുത്തത്? അപ്പൊ അവള് നെക്ലേസ് എടുത്ത കാര്യം നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഇനി അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. ഒന്നും അറിയില്ല എന്ന് ഗൗതം തന്നെ പറഞ്ഞത് കേട്ടില്ലേ? ഈ കാര്യം നീ എന്നോടെന്താ പറയാറുന്നത്? സ്വർണം പണയം വെക്കണമെന്ന് ഞാൻ ആലോചിച്ചതേയില്ല. ഗൗതമിനോട് ചോദിച്ച് 2 ലക്ഷം രൂപ വാങ്ങണമെന്ന് തന്നെയാ കരുതിയിരുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നങ്ങളില് ഗൗതം വലിയ ടെൻഷനിലായിരുന്നല്ലോ. അതുകൊണ്ട് ചോദിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ചോദ്യം അതല്ല. സ്വർണം എടുത്ത കാര്യം നീ എന്നോടെന്താ പറയാറുന്നത്? ഗൗതമിനോട് പറഞ്ഞിട്ടേ ഞാൻ സ്വർണം എടുക്കുള്ളായിരുന്നു. പക്ഷെ നിഖിലിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് സ്വർണം എടുത്ത് പണയം വെക്കേണ്ടി വന്നു. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതൊന്നുമല്ല. എപ്പോഴായാലും ഗൗതമിനോടും അമ്മയോടും ഞാനത് പറഞ്ഞേനെ. പക്ഷെ അതിനു മുൻപേ ഈ ശിവാനി അമ്മ ഇളക്കി വിട്ടതാ. ഇപ്പൊ എല്ലാവരും ചേർന്ന് ഞാൻ മോഷ്ടിച്ചു എന്ന് പറയുന്നു. മനഃപൂർവ്വം ആക്കിയതൊന്നും അല്ലല്ലോ. കള്ളം കാണിച്ചത് കൈയോടെ പിടിച്ചു, അത്രേ ഉള്ളൂ. ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പൊ ദിവസം കുറച്ചായി. അതിനിടയിൽ എപ്പോഴെങ്കിലും അത് നിനക്ക് ഞങ്ങളോട് പറയായിരുന്നില്ലേ? ഞാൻ പറയാൻ വന്നതാ. അപ്പോ നിങ്ങൾ രണ്ടുപേരും പ്രണവിന്റെ വിഷയത്തിൽ ആകെ ടെൻഷനിലായിരുന്നു. ഇനി നടത്തിയ മോഷണത്തിന്റെ പഴിയും കൂടി എന്റെ തലയിലോട്ട് കൊണ്ടുവച്ചോ? നീ ഇങ്ങനെ കാണിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിധി. എന്തായാലും നിധി സ്വന്തം വീട്ടിൽ കാണിച്ച പണി എന്നെ ഇവിടെയും കാണിക്കാൻ തുടങ്ങി. എല്ലാവരും സൂക്ഷിച്ചാ അവരവർക്ക് കൊള്ളാം. നല്ല ഒന്നാന്തരം കള്ളിയുള്ള വീടായിട്ട് ഇവിടെ മാറിയെന്ന് ആരും മറക്കരുത്. ശിവാനി, മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ആരുടെ സ്വർണ്ണമൊന്നും അല്ല എടുത്തത്. ഞാൻ എടുത്തത് എന്റെ നെക്ലസാ. കേട്ടല്ലോ, അതാണ് പോയിന്റ്. ഏട്ടത്തി കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ അഭിനയിച്ച് തകർത്തിട്ട് എന്റെ എന്നും നിന്റെ എന്നൊക്കെ വേർതിരിച്ച് സംസാരിക്കുന്നത് കണ്ടോ? എന്റെ സ്വർണമാണെന്ന് ഗംഭീരം. അമ്മ ഇനി അവരെ തലേ ചുമന്നോട് നടന്നോ, അനുഭവിച്ചോളും.